ഇരുണ്ട ലോകത്തിരുന്നാണ് പലരും സിനിമാ റിവ്യൂ നടത്തുന്നത്. ഇത് നിയന്ത്രിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഒരു മൊബൈൽ ഉണ്ടെന്ന പേരിൽ ഒരു വ്യവസായത്തെ തകർക്കാൻ അനുവദിച്ചുകൂടാ. റിവ്യൂവിൻ്റെ പേരിൽ ഭീഷണിയും പിടിച്ചുപറിയും അനുവദിക്കാനാവില്ല. ഓൺലൈനിലെ നെഗറ്റീവ് റിവ്യൂകൾ നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വാദം കേൾക്കവേ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞതാണ് ഈ വാക്കുകൾ. ഓൺലൈൻ യൂട്യൂബർമാരുടെ വാക്കുകളെ ഭയന്നാണ് സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ കഴിയുന്നത്. സോഷ്യൽ മീഡിയ സ്വാധീനത്തിൻ്റെ ഉപോത്പന്നമായി ഓൺലൈൻ സിനിമാ നിരൂപണം വേരുറപ്പിച്ചിട്ട് അധിക കാലങ്ങളായിട്ടില്ല. ഏതാണ്ട് 3 വർഷത്തെ പഴക്കമേയുള്ളൂ ഓൺലൈൻ സിനിമാ നിരൂപണത്തിന്. റിവ്യൂകൾ 2 തരത്തിലാണുള്ളത്. യൂട്യൂബർമാർ അവരുടെ സ്വന്തം ചാനലിലൂടെ നടത്തുന്നതാണ് ഒന്ന്. ഇവരിൽ സ്വാധീന ശക്തിയുള്ളവർ കുറവാണ്. പക്ഷേ വിരലിൽ എണ്ണാവുന്നവരെ ഉള്ളൂ എങ്കിലും ഇക്കൂട്ടരുടെ പ്രഹരശേഷി മാരകമാണെന്നാണ് സിനിമാ മേഖലയിലുള്ളവർ പറയുന്നത്. 2,20,000 മുതൽ 8 ലക്ഷം വരെ സബ്സ്ക്രൈബർമാർ ഉള്ളവർ ഇക്കൂട്ടത്തിൽ ഉണ്ട്. എന്നാൽ റിവ്യൂ ബോംബിങ്ങിന് ഒരു ഇടക്കാല ആശ്വാസം ലഭിച്ചിരുന്നു എങ്കിൽ പോലും ഹൈക്കോടതിയിലെ കേസ് സാവധാനത്തിലാവുകയും പോലീസ് നടപടികൾ ഇഴയുകയും ചെയ്തതോടെ പുതിയ സിനിമകൾക്കെതിരെ വീണ്ടും റിവ്യൂ ബോംബിങ്ങുമായി എത്തിയിരിക്കുകയാണ് യൂട്യൂബർമാർ. അടുത്തിടെ റിലീസ് ചെയ്ത എല്ലാ ചിത്രങ്ങളും ഇവരുടെ ആക്രമണത്തിൽ തകർന്നു. മാനനഷ്ട കേസ് ഉൾപ്പെടെയുള്ളവയുമായി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഇപ്പോൾ സംവിധായകർ. മുതിർന്ന സംവിധായകനായ കമലിൻ്റെ വിവേകാനന്ദൻ വൈറലാണ്. അനീഷ് അൻവറിൻ്റെ രാസ്ത, സാജിദ് യഹിയുടെ ഖൽബ് എന്നിവയാണ് റിവ്യൂ ബോംബിംഗ് നേരിട്ട പ്രധാന സിനിമകൾ. തൻ്റെ ചിത്രത്തെ റിലീസ് ദിവസം തന്നെ റിവ്യൂവിലൂടെ നശിപ്പിച്ചെന്നാരോപിച്ച് അനീഷ് അൻവർ ഉണ്ണി വ്ലോഗ്സ് എന്ന യൂട്യൂബറെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞത് വലിയ വാർത്തയായ വിഷയമാണ്. ജാതി അധിക്ഷേപം ഉൾപ്പെടെ നടത്തിയെന്ന് പറഞ്ഞ് ഉണ്ണി അനീഷ് അൻവറിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ വിഷ്ണു നാരായണനും സംഗീത സംവിധായകൻ അവിൻ മോഹൻ സിതാരയും ഉണ്ണി വ്ലോഗ് റിവ്യൂവിൽ ക്യാമറയെയും സംഗീതത്തെയും കുറിച്ച് ഉയർത്തിയ ആരോപണങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരുന്നതാണ്. രാസ്ത എന്ന സിനിമയുടെ പ്രധാന അണിയറ പ്രവർത്തകരെല്ലാം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഖൽബിനെതിരായ ആക്രമണത്തിൽ മനം നൊന്ത് സാജിദ് യഹ്യ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പും ചർച്ചയായിട്ടുണ്ട്. റിവ്യൂ ബോംബിങ്ങിനെതിരായി ഹൈക്കോടതി ശക്തമായ നിലപാടെടുത്തതോടെ പതിവ് ശൈലി വിട്ട് നിശബ്ദരാകാൻ തുടങ്ങിയ യൂട്യൂബ് നിരൂപകർ കേസ് വൈകുന്നത് കണ്ടാണ് വീണ്ടും മോശം ഭാഷയിൽ സിനിമകളെ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ശ്യാം ബട്ട്മനെ അമിക്കസ് ക്യൂറിയായി ഹൈക്കോടതി നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉടൻ റിപ്പോർട്ട് നൽകുമെന്നാണ് അറിയുന്നത്. അടുത്തിടെ റിലീസ് ചെയ്ത സിനിമകളുടെ സംവിധായകരുൾപ്പെടെ ഒട്ടേറെ സിനിമാ പ്രവർത്തകർ ഡിജിറ്റൽ തെളിവുകൾ സഹിതം അമിക്കസ് ക്യൂറിയെ പരാതി അറിയിച്ചിട്ടുണ്ട്. റാഹിൽ മകൻ കോര എന്ന സിനിമയുടെ സംവിധായകൻ ഉബൈനി നൽകിയ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും തുടർ നടപടികൾ മന്ദഗതിയിലാണ്. 9 ആളുകളുടെ പേരിലുള്ള കേസ് റിവ്യൂ ബോംബിങ്ങിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസാണ്. ദിലീപ് ചിത്രം ബാന്ദ്രയുടെ നിർമ്മാതാക്കൾ 7 യൂട്യൂബർമാരുടെ പേരിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നൽകിയ കേസിൽ സാക്ഷി വിസ്താരം കഴിഞ്ഞെങ്കിലും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ഒരു മൊബൈൽ മാത്രം ആയുധമാക്കി മലയാള സിനിമയ്ക്കെതിരെ റിവ്യൂ എന്ന പേരിൽ ഒളിപ്പോര് നടത്തുകയാണ് പല യൂട്യൂബേഴ്സും. അവരെ ഭയന്നാണ് പലരും ഇന്ന് സിനിമ നിർമ്മിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എതിരല്ല എന്ന് സിനിമാ ലോകം ഒന്നടങ്കം പറയുന്നു. എന്നാൽ പക്ഷേ അത് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കടന്ന് മാഫിയ തലത്തിലേക്കൊക്കെ വളർന്നതിനാലാണ് അവർ പ്രതിഷേധവും പരാതിയുമായി രംഗത്തെത്തുന്നത്. സിനിമയെ മോശമാക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂ നടത്തിയെന്ന പരാതിയിൽ സംസ്ഥാനത്ത് ആദ്യമായി പോലീസ് കേസെടുത്തത് റാഹിൽ മകൻ കോര എന്ന സിനിമയുടെ സംവിധായകൻ ഉബൈനി ഇബ്രാഹിമിന്റെ പരാതിയിലാണ്. സ്നേക് പ്ലാൻ സിനിമ പ്രമോഷൻ കമ്പനി ഉടമ ഹെയ്ൻസ് അനു ഫേസ്ബുക്ക് അക്കൗണ്ട്, അരുൺ തരംഗ, NV ഫോക്കസ്, ട്രെൻഡ് സെക്ടർ 24x7, അശ്വന്ത് കോക്ക്, ട്രാവലിംഗ് സോൾമേറ്റ്സ് എന്നീ യൂട്യൂബർമാർ 7 വരെ പ്രതികളും യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവ 8ഉം 9ഉം പ്രതികളുമാണ്.
റിലീസിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ മോശം റിവ്യൂവും കമന്റും നൽകിയതിനായിരുന്നു നടപടി. ഇതിനിടെ ദുരുദ്ദേശത്തോടെയുള്ള ഫിലിം റിവ്യൂകൾ പ്രചരിപ്പിക്കാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ സൂക്ഷ്മമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നതാണ്. റിലീസിംഗ് ദിവസം തിയേറ്ററുകൾ കേന്ദ്രീകരിച്ച് നെഗറ്റീവ് റിവ്യൂ നടത്തുന്നത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നതുമാണ്. സിനിമാ റിവ്യൂ ബോംബിംഗ് തടയാനായി മുൻപ് നിർമ്മാതാക്കൾ കടുത്ത നടപടി സ്വീകരിച്ചിരുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തുള്ളവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും നിർമ്മാതാക്കളുടെ സംഘടനയുടെ അക്രഡിറ്റേഷൻ നിർബന്ധമാക്കാനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരുന്നതാണ്. സംഘടനയുടെ അക്രഡിറ്റേഷൻ ഉള്ളവരെ മാത്രമേ സിനിമാ പ്രമോഷനിൽ സഹകരിപ്പിക്കാവൂ എന്നും നിർദ്ദേശിച്ചിരുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ അടക്കം എത്തുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗുകാരെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. റിവ്യൂ ബോംബിങ്ങിന്റെ പശ്ചാത്തലത്തിൽ സിനിമകളുടെ പ്രമോഷൻ അടക്കം പ്രോട്ടോകോൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായായിരുന്നു അന്ന് ഈ നടപടികളെല്ലാം സ്വീകരിച്ചിരുന്നത്. സൂപ്പർ താരങ്ങളുടെ മാത്രമല്ല വലിയൊരു വിഭാഗം ആളുകളുടെയും ജീവിത മാർഗമാണ് സിനിമയെന്ന് പറയുന്നത്. അത്തരത്തിലൊരു ജീവിത മാർഗത്തെ തടസ്സപ്പെടുത്തുകയും ഇല്ലാതാക്കുകയുമാണ് ഇത്തരത്തിലുള്ള റിവ്യൂ ബോംബിങ്ങിലൂടെ ഒരു വിഭാഗം ആളുകൾ